अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला अशरफिल मुरसलीन वअला आलिहि वसहबिहि वअज़वाजिहि वज़ुर्रिय्यतिहि वइत्रतिहि वअहलि बैतिहि अजमईन। अम्मा बाद। रब्बि इश्रह ली सदरी वयस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। എല്ലാം ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈകാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബബാവ സൂരിയും മറ്റുള്ളദീന മടങ്ങനും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീകളായി തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മാ ഫീ ഖൽബി ഖൈറുല്ലാഹ്. നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്. അവധിയടുത്തു മരിച്ചാൽ പിന്നെ ആറടി മണ്ണിന് ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ ആറടി മണ്ണിന് ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. ഏറ്റവും സ്നേഹമുള്ള ഹന്ന ബ്ലോഗിലെ എൻ്റെ പ്രേക്ഷകരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാനിയായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഹന്ന ബ്ലോഗ് ചാനലിലൂടെ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മുടെ ആൺമക്കൾ വലുതായി വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു വിവാഹം വേണം. ആ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് നാം അന്വേഷണം നടത്തി നമുക്ക് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ, ഒരു ഇണയെ നമ്മുടെ മക്കൾക്ക് കിട്ടി. ആ മകൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളരെ സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ
കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ അകറ്റി നിർത്തുന്ന, അവരോട് വിവേചനം കാണിക്കുന്ന ഒരു പ്രവണത പല വീടുകളിലും കണ്ടുവരുന്നതായിട്ട് നമുക്കറിയാനും അനുഭവിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ചില അമ്മായിമ്മമാർ എന്ന് പറയുന്നത് അവർക്കൊരു റോളുണ്ടാകും, അവരാണ് ആ ഭരണം നടത്തുന്നത്, ഞാനാണ് ഇവിടുത്തെ ആൾ, ഇവിടുത്തെ നേതാവ് ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സംഭവം ആ വീട്ടിൻ്റെ നെടുന്തൂണുകൾ ആ വീട്ടിലെ ഉമ്മമാരാണെങ്കിൽ പോലും നമ്മുടെ ആൺമക്കൾ കെട്ടിക്കൊണ്ടുവരുന്ന മക്കളോട് സ്വന്തം മക്കളെ പോലെ പെരുമാറേണ്ടതായ ആ ഉമ്മ ആ പെൺകുട്ടിയെ വ്യത്യാസമായി വേറിട്ട് കണ്ടുകൊണ്ട് വളരെ മോശമായ രൂപത്തിൽ പെരുമാറുന്ന ചുറ്റുപാട് പല വീടുകളിലും കണ്ടുവരുന്നു. അത് കാരണം ഈ വിഷയങ്ങളൊന്നും അറിയാത്ത ആ പെൺകുട്ടിയുടെ ഭർത്താവ് വിദേശത്തോ മറ്റ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഈ പാവം പെൺകുട്ടി ഈ അമ്മായിമ്മയുടെ ഈ ഫിത്തനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടാക്കലൊന്നും അവനെ അറിയിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവന് പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും അവൻ വിശ്വസിക്കുന്ന ചില മൂഢന്മാരായ ആണുങ്ങളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ രണ്ട് ഭാഗം, ഒരു വിഷയമുണ്ടാകുമ്പോൾ രണ്ട് ഭാഗവും നാം കേൾക്കണം. ഒരു ഭാഗം മാത്രം കേൾക്കുമ്പോൾ നമുക്കത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസകരമാകും. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാരൊക്കെ പറയുന്നത് അപ്പടി വിശ്വസിച്ചുകൊണ്ട് നാം കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു ചുറ്റുപാട് ഒരിക്കലും ഉണ്ടാവരുത്. കാരണം നമ്മൾ ഉമ്മമാരൊക്കെ എന്ന് പറയുന്നാൽ അവർക്കൊരു റോളുണ്ട്. ആ റോൾ അവർ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ ആ വീട്ടിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിത്തീരും. ആ വന്ന പെൺകുട്ടിക്ക് അവളുടെ വീട്ടിലുണ്ടായിരുന്ന സ്വൈര്യം പോലും ഈ വീട്ടിലില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ ആ പെണ്ണ് ആ വീട്ടിൽ നിന്നും പോവും, അല്ലെങ്കിൽ ആ പെണ്ണ് ആ ബന്ധം വിച്ഛേദിക്കുക, അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അമ്മായിമ്മമാരിൽ നിന്നും ചില നാത്തൂന്മാരിൽ നിന്നുമാണെന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന ആ ആണ് ചിന്തിക്കണം, ഇവരുടെ സ്വഭാവം എനിക്കറിയാലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അവൻ അന്വേഷിച്ചിട്ട് അവൻ തമ്മിലുള്ള ബന്ധങ്ങളിൽ, ആ സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകും ഈ വന്ന പെൺകുട്ടിയെ സംബന്ധിച്ച്. ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അവൻ മനസ്സിലാക്കണം, ഇവിടെ അടുത്തല്ല പ്രശ്നം, എൻ്റെ ഉമ്മയുടെ എൻ്റെ പെങ്ങളുടെ അടുത്താണ് വിഷയമെന്ന് മനസ്സിലാക്കി അതിന് നല്ല രൂപത്തിൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നല്ല രൂപത്തിൽ അത് കൈകാര്യം ചെയ്തുകൊണ്ട് നല്ല രൂപത്തിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ ആണിൻ്റെ കടമ. മരുമകളോട് അസൂയയുള്ള അമ്മായിമ്മമാരും നാത്തുന്മാരും ഒക്കെ വിളയാടുന്ന പല വീടുകളും നമുക്ക് കേൾക്കാനും കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നാം ചിന്തിക്കേണ്ടത്, അവരെ നല്ല രൂപത്തിൽ നന്നാക്കിയെടുത്ത് ഈ അമ്മായിമ്മയെയും നാത്തൂനെയും ഈ വന്ന പെൺകുട്ടിയുമായി സ്നേഹത്തിലാക്കുക എന്നാണ്, മഹബത്തിലാക്കുക എന്നാണ്. ചില നാത്തൂന്മാർ കെട്ടിക്കാൻ പ്രായമായിട്ടും അല്ലെങ്കിൽ കെട്ടിക്കാൻ പ്രായമായിക്കൊണ്ടിരിക്കുന്ന നാത്തൂന്മാർ വളരെ മോശമായിട്ട് കെട്ടിക്കൊണ്ടുവന്ന സ്വന്തം ആങ്ങളയുടെ ഭാര്യയോടൊക്കെ എങ്ങനെ നാം പെരുമാറേണ്ടത്? ഇത്ര സ്നേഹത്തോടെ പെരുമാറണം. അങ്ങനത്തെ ചില നാത്തൂന്മാർ കെട്ടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കെട്ടിക്കാൻ പ്രായമായിട്ടും വീട്ടിൽ ഇരിക്കുന്ന ചില നാത്തൂന്മാർ, ആ നാത്തൂന്മാരൊക്കെ ആ കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയോട് ചെയ്യുന്ന അക്രമങ്ങൾ, പരാക്രമങ്ങൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ അവർ ചെയ്യുന്ന മോശമായ കാര്യങ്ങളൊക്കെ നാം ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആ വീട്ടിൽ എന്ത് സമാധാനമാണ്, എന്ത് സന്തോഷമാണ് ആ വീട്ടിലുണ്ടാവുക. അങ്ങനെ കെട്ടിക്കാൻ പ്രായമായിട്ടും കെട്ടിക്കാതെ വീട്ടിൽ ഇരിക്കുന്ന ആ പെൺകുട്ടികളെ നിങ്ങൾ പെട്ടെന്ന് അവർക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ, ഇണയെ കണ്ടെത്തി കെട്ടിക്കാതിരുന്നാൽ ആ വന്ന പെൺകുട്ടിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മായിമാൻ്റെ മോളും ഈ കോലത്തിലാവുകയാണെങ്കിൽ പിന്നെ എന്ത് സമാധാനമാണ് ഈ കെട്ടിക്കൊണ്ടുവന്ന ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുക?
ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മകളെ ആണ് കെട്ടിച്ചു വിട്ട വീട്ടിലാണ് ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുന്നത് എങ്കിൽ എന്ത് സമാധാനം നിങ്ങൾക്കുണ്ടാകും? നിങ്ങൾക്കില്ലൊരു പെൺകുട്ടി. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. എല്ലാ കാലാകാലവും ഇവിടെ മൂത്ത് നരച്ച് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മോളെ ഇരുത്തി ഈ വന്ന പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ അപകടം നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ ചാടും എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. വളരെ മോശമായ ദുഷിച്ച സ്വഭാവമുള്ള അമ്മായിമ്മമാരും നാത്തുമാരും പല വീടുകളുണ്ട്. വളരെ ദുഷിച്ചമായ സ്വഭാവം. ആ ഉമ്മാക്കും മോക്കും വേറൊരു പണി ഉണ്ടാവില്ല. ഈ വന്ന മരുമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഓല് കാൽമക്കാലും കയറ്റിച്ച് അവിടെ കസാലയിരിക്കും. ചില അമ്മായിമാരൊക്കെ ഇടയിൽ ചില പെൺകുട്ടികൾ പെട്ടാൽ കുടുങ്ങിപ്പോവും. കെട്ടിച്ച് കുടുങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ട്, പല അവസ്ഥയും. കാരണം ഈ പെൺകുട്ടി അവളുടെ വീട്ടിൽ വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെ ഒരുമയോട് കൂടി കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിനൊരു വിഭിന്നമായ വ്യത്യാസമായ സ്വഭാവശൈലികളും പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കുട്ടി പലതും ചിന്തിക്കും. ഒരു ഈമാനുള്ള പെൺകുട്ടി അങ്ങനെ ചിന്തിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് അള്ളാഹു അതിലും ഹൈറായതുണ്ടാവും. ഈ ഫിത്തനുണ്ടാക്കുന്ന അമ്മായിമ്മ ഈ നാത്തൂനെയൊക്കെ അള്ളാഹു അപകടത്തിലാക്കുന്നത് മക്കൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും അവരൊക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. ഏത് അമ്മായിമ്മയെയും നാത്തൂനെയും നിങ്ങൾ സ്നേഹത്തിൻ്റെ ആ വാക്കുകൾ കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ട് അവരുടെ സ്വഭാവത്തെ നിങ്ങൾ മാറ്റിയെടുക്കണം. അവർ പറയുന്നതനുസരിച്ച് പറയാതെ, പറയേണ്ടി വരുമ്പോൾ പറയണം, പക്ഷേ കൂടുതലായിട്ട് അതിക്രമിച്ച് പറയാതെ, എന്താണ് നിങ്ങളിങ്ങനെ ഉമ്മ നിങ്ങളോട് പെരുമാറുന്നത്, എന്താ നാത്തൂനോട് അങ്ങനെ ചോദിക്കൽ, ഉപ്പാരങ്ങനെ എന്താണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പരിഹരിക്കാൻ സാധിക്കൂലേ എന്നൊക്കെ അങ്ങോട്ട് ചോദിച്ച് നല്ല രൂപത്തിലൊക്കെ ആവാൻ വേണ്ടിയിട്ട് വന്ന മോള് ശ്രമിക്കണം. ചില മക്കൾ വീട്ടിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ വീട്ടിൽ തമ്മിലുള്ള പ്രയാസങ്ങളൊക്കെ ജീവിച്ച പെൺകുട്ടികൾ എനിക്കെൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ കല്യാണത്തിന് വേണ്ടി തയ്യാറായി അവിടെ ആ വീട്ടിലെത്തുമ്പോൾ ഇതിലും വലിയൊരു തീകുണ്ടാരത്തിലേക്ക് ആണ് ഞാൻ എത്തിയത് എന്ന് ആ കുട്ടി ചിന്തിക്കുമ്പോൾ ആ കുട്ടിക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. അങ്ങനെ ഉള്ളൊരവസ്ഥയാകുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് ഒരു സമാധാനം ഉണ്ടാകുക? നിലയില്ലാത്ത വെള്ളത്തിൽ ചാടിയതുപോലെയല്ലേ ആ പെൺകുട്ടി ഉണ്ടാവുക. അതുകൊണ്ട് ഈ നെറികെട്ട തരം താഴ്ന്ന അമ്മായിമ്മമാരോടും നെറികെട്ട തരം താഴ്ന്ന നാത്തൂമാരോടും എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാത്തു വെച്ചൊരു അപകടമുണ്ട്. ആ അപകടത്തിൽ അമ്മായിമ്മയാകുന്ന അവളും അമ്മായിമ്മൻ്റെ മകളാകുന്ന നാത്തൂനെന്ന് പറയുന്ന നെറികെട്ടവളും ചാടാൻ തയ്യാറായി നിന്നോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത് സ്നേഹവും ഐക്യവും ഒരുമയും ഊട്ടിയുറപ്പിച്ച് സ്നേഹത്തോടെ ജീവിക്കണം എന്നാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. മറ്റുള്ള മതത്തെ പോലെയല്ല പരിശുദ്ധ ഇസ്ലാം. എല്ലാത്തിനും ചിട്ടകളും ചിട്ടവട്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് ആ കാര്യം വളരെയധികം ചിന്തിച്ചു കൊണ്ടാണ് നിങ്ങൾ മുന്നേറേണ്ടത്. നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന ഈ പെൺകുട്ടി, നിങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ടുവരുന്ന ആ പെൺകുട്ടി നിങ്ങളുടെ മകളാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ആങ്ങളമാർ കെട്ടിക്കൊണ്ടുവന്നതായ പെൺകുട്ടി നിങ്ങളുടെ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനിയത്തിയുടെ സ്ഥാനത്താണ്. നിങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ടുവന്നതായിട്ടുള്ള ഈ പെൺകുട്ടി നിങ്ങളുടെ ആ ഉപ്പയുടെ മകളാണ്, ആ ഉമ്മയുടെ മകളാണ്. ഒരു അന്യ പെണ്ണായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. ചില അമ്മായിമ്മമാരുണ്ടാവും ഈ പെൺകുട്ടിയെ പണിയെടുപ്പിച്ചിട്ട് അവർ നല്ല കാൽമക്കാലൊക്കെ കയറ്റിച്ചിരിക്കും. എല്ലാ പണി ആ പെൺകുട്ടിയോട് ചെയ്യിക്കുന്ന എത്രയോ വീടുകളുണ്ട്. അമ്മമാർ കരുതിയിരുന്നോ എനിക്കും വരാണ്ടൊരു അപകടം. അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് നിൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് നീ ഒഴിവാക്കുക. ആ പെൺകുട്ടിയെ കൂടെ നിൻ്റെ മകളും നീയും കൂടി ഇരുന്നു കൊണ്ട് സന്തോഷത്തോടെ ഭക്ഷണം പാകം ചെയ്യുക.
എന്നിട്ട് സന്തോഷത്തോടെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ളുഹർ നിസ്കരിച്ച് സന്തോഷത്തോടെ എല്ലാവരും ഇരുന്ന് കൊണ്ട് ഉപ്പ വരാണ്ട് ഉപ്പാനൊക്കെ ജോലിക്ക് പോയി ഉച്ചക്ക് വരുന്നുണ്ടെങ്കിൽ ഉപ്പാനും വെയിറ്റ് ചെയ്ത് ഉപ്പായും കൂടി ഒരു മേശയ്ക്കൂടെ ചുറ്റും ഇരുന്ന് കൊണ്ട് ബിസ്മി ചൊല്ലി കൈയൊക്കെ കഴുകി വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം ഇട്ട് കൊടുത്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കുക. എനിക്ക് ഈ കുട്ടിയുടെ ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളെ ഉമ്മമാർ നെറികെട്ട ഫിത്തനയുടെ ആളുകളാണ് നിൻ്റെ പെങ്ങളും നിൻ്റെ ഉമ്മയും. അങ്ങനെയുള്ള ഉമ്മമാരും പെങ്ങന്മാരൊക്കെ അവരുടെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് പണ്ടേ അറിയുന്നതായതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ വന്ന പെൺകുട്ടീൻ്റെ അടുത്തല്ല കുഴപ്പം, ഓളത്ത് കുഴപ്പമാണെങ്കിൽ പറഞ്ഞ് നന്നാക്കുക. അല്ലാതെ ശകാരിച്ച് അവരെ ആക്രമിക്കാനോ ഒന്നും മുതിരാൻ ഒരാണിനും അവകാശമില്ല. അവരോട് പറഞ്ഞ നല്ല സ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ട് അവരെ നന്നാക്കിയെടുക്കാനാണ് ഒരു ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നിങ്ങളെ ഉമ്മമാർ നിങ്ങളെ നാത്തുമാരെന്തെങ്കിലും പറഞ്ഞു വിടുന്ന ഫിത്തനയിൽ നിങ്ങൾ കുടുങ്ങരുത് എന്നാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. പരിശുദ്ധമായ ദീൻ അതിൻ്റെ ചിട്ടവട്ടങ്ങളിൽ കൂടി ജീവിക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു വീട്ടിലും ഫിത്തനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട വന്ന പെണ്ണ് മരുമോളാണെന്ന് പറഞ്ഞ് അവിടെ മാറ്റി നിർത്തൂല. അതിൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നാത്തൂനും സാധ്യമാവുകയില്ല. അവർ നമ്മൾ കുടുംബമായിട്ടാണല്ലോ നിങ്ങളെ വീട്ടിലെത്തുന്നത്. നിങ്ങൾ ഓരോ പെൺകുട്ടിയും അവിടെ എത്തുന്നത് നിങ്ങൾ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ്. അപ്പോൾ അവരെ ഒരിക്കലും മാറ്റി നിർത്തരുത്. അതേപോലെ അടുക്കളയിലത്തെ വിഷയം പറഞ്ഞു. ആ കുട്ടിയെ മാത്രം പണിയെടുപ്പിച്ച് തുടക്കാനൊക്കെ ഉള്ളത് തുടച്ച് കുട്ടി ഭക്ഷണം ഉണ്ടാക്കി അത് തിന്നാൻ വേണ്ടി ഉളുപ്പില്ലാതെ വന്നിരിക്കുന്ന അമ്മായിമ്മമാർ നമ്മളാവരുത്, നാത്തുമാർ നമ്മളാവരുത്. അവരെടുക്കുന്ന ജോലിയിൽ ഒരാളിപ്പോൾ തുടക്കുകയാണെങ്കിൽ ഒരാൾ അലക്കുക, ഒരാൾ അലക്കുകയാണെങ്കിൽ മറ്റേ ഭക്ഷണം ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് ബർക്കത്ത് ആ വീട്ടിലുണ്ടാവും. അനങ്ങണേനും തൊട്ടേനൊക്കെ പ്രശ്നം ഉണ്ടാക്കി ആ പെൺകുട്ടിക്ക് സമാധാനക്കേട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ പെരടി പിടിക്കാൻ, നിങ്ങളുടെ മുഖത്തടിക്കാൻ അള്ളാഹു തആല ഓരോ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നെറുകെട്ട നാത്തൂനോടും നെറുകെട്ട അമ്മായിമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ തണ്ടട വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ വന്ന പെൺകുട്ടികളോട് നല്ല നിലക്ക് പെരുമാറാൻ ശ്രമിച്ചോ. അതാണ് എനിക്കൊക്കെ നല്ലത്. അല്ലാതെ ഈ ഉൾപ്പില്ലാത്ത സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ദീനിൻ്റെ ചിട്ടയിൽ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. പല ആളുകളും എന്നോട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉപദേശിച്ച കാരണത്താലാണ് ഞാൻ നിങ്ങളോട് ഒരു ഉസ്താദ് എന്നുള്ള നിലയിൽ നിങ്ങളോട് ഞാൻ ഈ വീഡിയോ കൂടെ യൂട്യൂബ് ചാനലിൽ കൂടെ വരാൻ ഒരു കാരണമായിട്ടുള്ളത്. അപ്പോൾ പലരും പറയും ഇങ്ങനത്തെ ഒരു വീഡിയോ ഉസ്താദിന് ചെയ്തുകൂടെ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു വോയിസിൽ കൂടെ ഒരു വീഡിയോ ആക്കിയിടാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അള്ളാഹു പരിശുദ്ധമായ ദീൻ പറയുന്നത്, നിങ്ങൾ എല്ലാവരും എൻ്റെ പാശത്തെ എൻ്റെ കയറിനെ പിടിക്കണം. വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങളെല്ലാവരും എൻ്റെ പാശത്തെ എൻ്റെ ചരടിനെ എൻ്റെ കയറിനെ പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? കയറുമ പിടിച്ച് തൂങ്ങാന്നല്ല, അള്ളാഹു പറഞ്ഞനുസരിച്ച് ജീവിക്കാന്ന്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബാക്കൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ നമുക്ക് കാണിച്ചെന്ന ഒരു പാതയുണ്ട്. അതുകൂടെ ജീവിക്കണം. അല്ലാതെ 5 വക്ത് നിസ്കരിച്ച് ഖുർആനോദി ദിക്ർ ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവരെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന മരുമക്കളെ മക്കളായിട്ട് നിങ്ങൾ കാണാത്തോടത്തോളം കാലം നിങ്ങൾ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല. അതേപോലെ തന്നെ ചില ആൺകുട്ടി ഭർത്താക്കന്മാരില്ലാത്തപ്പം അല്ലെങ്കിൽ മക്കളിൽ ഗൾഫിലൊക്കെ ആകുമ്പോൾ ആ പെൺകുട്ടികൾ അവരെ വീട്ടിലെ ആവശ്യത്തിന് കൊണ്ട് വിടേണ്ടത് ഉപ്പമാർ അല്ലെങ്കിൽ ഒഴിവുണ്ട് ഉമ്മമാരൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഉപ്പാനെ സംശയിക്കുക, സംശയരോഗം, എല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വീട്ടിൽ പോവുകയാണെങ്കിൽ എന്തിനാപ്പം പോണത് എന്നൊക്കെ ചോദിക്കുക. ഞാനീ അമ്മായിമാറിനെ അവളോട് പറയാനുള്ളത്, എൻ്റെ ഒരു എനിക്കുണ്ടല്ലോ മോള്, ആ മോളെ നീ കെട്ടിച്ചു വിടുമ്പോൾ മരുമനോട് പറയാം, മോനെ ഒന്ന് 2 ദിവസം പറഞ്ഞേക്കണം, നിങ്ങൾ രണ്ടാളും വരണ്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ അമ്മായിമ്മ അതിൽ നീ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിൻ്റെയൊക്കെ അവസ്ഥ? മാനസികമായി പ്രയാസം വരില്ല. അത് ചിന്തിച്ചാൽ മതി. എൻ്റെ മോളും ഉണ്ട്, എൻ്റെ മോളെയും കെട്ടിച്ചേക്കാളാണ്, എൻ്റെ മോനുണ്ട്, എൻ്റെ മോന് പെണ്ണെട്ടാളെന്നുള്ള ചിന്താഗതി ഈ നാത്തൂനും അതേപോലെ
അമ്മായിമാക്കും വാപ്പാക്കൊക്കെ ഉണ്ടായാൽ മതി. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്മാറിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അത് നോക്കാതെ ഇങ്ങനെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചോ. അതാണ് അമ്മായിമാനോടും നാത്തുവിനോടും ഒക്കെ പറയാനുള്ളത്, വാപ്പാനോടൊക്കെ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക, സ്വഭാവമൊക്കെ നന്നാക്കുക, ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നൊക്കെ പിന്മാറുക. അതുകൊണ്ട് ഈ വന്ന മരുമക്കളെ മക്കളായിട്ട് കാണുക എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് അതിൽ പറയാനുള്ളത്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുക, അലക്കുമ്പോൾ അതിൽ കൂടുക, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതേപോലെ നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ എല്ലാത്തിലും ഒത്തൊരുമ വേണം, എന്നാലേ അതിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അല്ല കുറച്ച് ആൾക്കാർ മേശമ്മൽ, കുറച്ച് ആൾക്കാർ അടുക്കളയിൽ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇസ്ലാം പറയുന്നത് നിങ്ങൾ ഒരുമ വേണം, എല്ലാവരും ഒത്തൊരുമ വേണം. ഭക്ഷണം കഴിക്കുന്നിടത്തും അതേപോലെയുള്ള എല്ലാ കാര്യത്തിലും. അപ്പോൾ നിങ്ങൾ ഒരാൾ അലക്കുകയാണെങ്കിൽ, തിരുമ്പുകയാണെങ്കിൽ, ഡ്രസ്സുകളൊക്കെ അലക്കുകയാണെങ്കിൽ ഒരാൾ അടിച്ച് വാരി തുടക്കുക, റൂമിൻ്റെ ഒക്കെ തുടച്ച് വൃത്തിയാക്കുക. ഒരാൾ അടുക്കളയ്ക്ക് പോവുകയാണെങ്കിൽ മൂന്നാളുടെ പോവുക, എന്നിട്ട് ഒരാൾ ഉള്ളി അരിയുക, ഒരാൾ മീൻ മുറിക്കുക, അത് ഒരാൾ പാകം ചെയ്യുക. എന്നിട്ട് എല്ലാവരും ളുഹൂർ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന് ഒപ്പം ഭക്ഷണം കഴിക്കുക. അങ്ങനെ ചുറ്റാട് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവണമെന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുകയും അതോടുകൂടി ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ ഹോൾ അമർത്തി പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ നല്ല ഉപകാരപ്രദമായ അറിവ് എത്തിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതിനെ പൂർണ്ണമായി വിജയിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥമായ കാര്യമാണ് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും, വലത്തെ ചെവിയുടെ കേട്ട് ഇടത്തെ ചെവിയിൽ കൂടെ വിടുന്ന ഒരു സമ്പ്രദായമില്ലാതെ വലത്തെ ചെവിയിൽ കൂടെ കേട്ട് നേരെ നമ്മുടെ കൽബിലേക്ക് ഈ പറയുന്നതിന് കൊടുത്ത് അത് ചിന്തിച്ചാലോചിച്ച് മനസ്സിലാക്കി ജീവിക്കാനും പ്രവർത്തിക്കാനും എല്ലാ അമ്മായിമ്മമാരും നാത്തുമാരും ഉപ്പമാരൊക്കെ ശ്രമിക്കണം എന്നുണർത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി കാണുന്നവർ എൻ്റെ വീഡിയോക്ക് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ബെല്ലൈക്കനും ഒക്കെ അമർത്തണം, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.